കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബുള്ളറ്റിന്റെ ചെയിൻ എങ്ങനെ ഗിയർ ഓയിൽ ഉപയോഗിച്ച് എങ്ങനെ ലൂബ് ചെയ്യാന്നാ പറഞ്ഞു. ആ വീഡിയോന്റെ താഴെ കുറെ ആൾക്കാർ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അലോവിൽ എവിടെ നിന്ന് വാങ്ങി, ഇതിനെത്ര പ്രൈസ് ആയി എന്നുള്ളത്. ആക്ച്വലി ഇത് ഞാൻ മലപ്പുറത്തുള്ള ഒരു ബുള്ളറ്റ് ആക്സസറി ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. 10,000 രൂപയാണ് ഇൻക്ലൂഡിംഗ് ഫിറ്റിംഗ്സ് ആയത്. പക്ഷെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് എന്താ വെച്ചാൽ എന്റെ പഴയ സ്പോക്ക് വീൽസ് ആ ഷോപ്പിൽ തന്നെ വേറൊരു കസ്റ്റമർക്ക് ഞാൻ സോൾഡ് ഔട്ട് ചെയ്തിട്ടാ. അത് ഞാൻ 2,500 രൂപക്കാണ് സോൾഡ് ചെയ്തത്. അപ്പൊ നെറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് 7,500 രൂപയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്. നല്ല ക്ലാസിക് ലുക്കുള്ള സ്പോക്ക് വീൽസ് ഒഴിവാക്കി അലോയ് വീൽസ് മാറാനുള്ള കാരണം, സ്പോക്ക് വീൽസ് ഉള്ള വണ്ടി ജസ്റ്റ് ഇതുപോലത്തെ ഒന്ന് സെൻട്രൽ സ്റ്റാൻഡിലിട്ടിട്ട് ഫസ്റ്റ് ഗിയറിലിട്ട് ഒന്ന് കറക്കി നോക്കി. ഒരുവിധം ഓടിയ വണ്ടിയാണെങ്കിൽ എന്തായാലും ചെറിയൊരു പെടച്ചിൽ സ്പോക്ക് വീൽസിന് ഉണ്ടാവും, ചെറിയ ബെൻഡ് വരാൻ സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ എത്ര റെഡിയാക്കലും വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടേ ഇരിക്കൂട്ടെ. അപ്പൊ അതൊരു റീസൺ. പിന്നെ ട്യൂബ്ലെസ് ടയർ ഇടുക എന്നുള്ളതാണ്. സ്പോക്ക് വീൽസ് ആകുമ്പോൾ നമുക്ക് ട്യൂബ് ടയർസ് പറ്റുള്ളൂ, പഞ്ചറായാലും റോട്ടിൽ കിടക്കേണ്ടി വരും. അലോയ് വീൽസ് ആയാലും നമുക്ക് ട്യൂബ്ലെസ് ടയർസ് ഇടാം. അതുകൊണ്ട് തന്നെ പഞ്ചർ കിട്ടിയാലും നമുക്ക് നിയറസ്റ്റ് ടയർ ഷോപ്പ് വരെ സിമ്പിൾ ആയിട്ട് എത്താം. അപ്പൊ ലുക്ക് കാരണം മാത്രം അലോയ് വീൽസ് മാറിയ ഒരാളല്ല കേട്ടോ ഞാൻ. അപ്പൊ നിങ്ങൾക്ക് അലോയ് വീലാണോ സ്പോക്ക് വീൽസ് ആണോ ഇഷ്ടം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യട്ടോ.